Hello, this is Python Malayalam tutorials. Python Malayalamത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ combo box നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഞാൻ ഒരു ബേസിക് ക്ലാസ് നമ്മുടെ ബേസിക് ഫ്രെയിംവർക്ക് ഇവിടെ ഉണ്ട്. ഒരു combo box എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വിൻഡോയുടെ സൈസ് നമുക്കൊന്ന് ഫിക്സ് ചെയ്തു വെക്കാം. അതുപോലെ തന്നെ ഒരു ഫോണ്ടുകളൊക്കെ നമുക്കൊന്ന് വലുതായി കാണാം. ഒരു സ്റ്റൈൽ ഷീറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, 16 പീസ്. ഇത് നമ്മളൊരു ബോക്സ്, ഒരു കോംബോ ബോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ കാണിച്ചു തരാം. self.combo എന്നുള്ള നമ്മൾ പേര് കൊടുത്ത് qtgui.qComboBox സെൽഫ്. അപ്പോൾ ഈ കോംബോ ബോക്സ് അതിൻ്റെ മെത്തേഡുകൾ അതൊക്കെ എങ്ങനെ നമുക്ക് പഠിക്കാം. സോ അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്കതിൻ്റെ API റെഫറൻസ് നോക്കിയിട്ട് ഒബ്ജക്റ്റുകളും മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഗൂഗിളിൽ നിങ്ങൾ pyqt for qComboBox എന്ന് അടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരും. അതിൽ ആദ്യത്തെ റിസൾട്ട് pyqt.sourceforge.net എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിൻഡോ കിട്ടും. ഇതാണ് qComboBox ക്ലാസ് റെഫറൻസ് qtgui മൊഡ്യൂളിൽ. അപ്പോൾ qComboBoxനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കാണാം. ഇത് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് qComboBox ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് init മെത്തേഡ് കാണാം. ഇതാണ് നമ്മുടെ qComboBoxന്റെ ക്രിയേറ്റ് ചെയ്യുന്ന അഥവാ qComboBox എന്ന് പറയുന്ന രൂപം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെൽഫ് പാസ് ചെയ്ത് അല്ലേ. സെൽഫ് എന്താണ്? ആ വിൻഡോ ഒബ്ജക്റ്റ് ആണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിൻഡോ ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ ചൈൽഡ് ആയിട്ടാണ് ComboBox ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അഥവാ ഈ qComboBox self.combo എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിന്റെ പാരന്റ് ആണ് സെൽഫ്. അതാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, qWidget പാരന്റ്. നമ്മൾ സെൽഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വിൻഡോയുടെ ചൈൽഡ് ആയിട്ട് വരും. ഇനി നിങ്ങൾക്ക് അടുത്തൊരു മെത്തേഡ് കാണാം. മെത്തേഡ്സിന്റെ കീഴിൽ ആഡ് ഐറ്റം. അപ്പോൾ ഒരു ഐറ്റം ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആഡ് ഐറ്റം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ആഡ് ഐറ്റം എന്താണ്? string ടെക്സ്റ്റ്, ഒരു സ്ട്രിങ് നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഐറ്റം അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ q വേരിയന്റ് യൂസർ ഡാറ്റ ഈസ് ഈക്വൽ ടു q വേരിയന്റ് നിങ്ങൾ കാണാം. ഇവിടെ ഈസ് ഈക്വൽ ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു മെമ്പർ ആഡ് ചെയ്തില്ലെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആവും. ഇതിനെ ആഡ് ചെയ്യണം. ആഡ് ഐറ്റം എന്ന് കൊടുത്തിട്ട് ഒന്നും നമ്മൾ ബ്രാക്കറ്റിൽ കൊടുക്കാതിരുന്നാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം qComboBox ഇതിൽ ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് താഴേക്കൊന്നും വരുന്നില്ല. നമുക്ക് അതിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടാം. self.combo.set ഫിക്സ്ഡ് സൈസ് 250. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്ക് ആഡ് ഐറ്റംസ് എന്നുള്ളത് കണ്ടു. അപ്പോൾ self.combo.add ഐറ്റം എന്ന് കൊടുത്തു. ഐറ്റം നമ്മൾ ഒന്നും കൊടുക്കാതെ വിടാൻ പാടില്ല. അതിനുള്ളിൽ മെമ്പറെ ആഡ് ചെയ്യണം. ഏത് മെമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? ഒരു സ്ട്രിങ് ടെസ്റ്റ് നിർബന്ധമാണ്. ഇത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, കാരണം ഇവിടെ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ടൊരു സാധനം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ഇന്ത്യ. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ qComboBoxനകത്ത് ഇന്ത്യ എന്ന് കാണാം. ഇനി അതുപോലെ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഡൽഹി ആഡ് ചെയ്യുന്നു. സോ ഇന്ത്യ ഡൽഹി നിങ്ങൾക്ക് കാണാം. ഇനി കേരള. അപ്പോൾ 3 ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇതാണ് qComboBox. ഇനി നമ്മുടെ മെത്തേഡുകൾ ഇനിയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആഡ് ഐറ്റംസ്. ഒരുപാട് ഐറ്റംസ് ഒരൊറ്റ തവണ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അതിനെന്താണ്? qString ലിസ്റ്റ് ടെക്സ്റ്റ്. ഒരു ലിസ്റ്റാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. my list is equal to 1 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം 3. ഒരു ലിസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ ആഡ് ഐറ്റംസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ആഡ് ഐറ്റംസ് ലിസ്റ്റ് ഓഫ് സ്ട്രിങ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളിൽ മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ആഡ് ചെയ്യും. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ 1 2 3 എന്നുള്ള മെമ്പേഴ്സിനൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം അങ്ങനെ പഠിച്ചു. ഇനി നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മെനു ആണ്. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓരോന്ന് നോക്കാവുന്നതാണ്. ഇതൊക്കെ റിട്ടേൺ ചെയ്യുന്ന ടൈപ്പാണ് ഈ കാണിക്കുന്നത്. qString ബൂളിയൻ
കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് സെപ്പറേറ്ററിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം സെൽഫ് കഴിഞ്ഞിട്ട് ഇൻറ്റിജർ ഇൻഡെക്സ്. അപ്പോൾ ഒരു ഇൻറ്റിജർ നമ്മൾ അതിൻ്റെ ബ്രാക്കറ്റിൽ പാരന്തസിനുള്ളിൽ പാരാമീറ്റർ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് സെൽഫ് ഡോട്ട് കോംബോ ഡോട്ട് ഇൻസേർട്ട് സെപ്പറേറ്റർ. അപ്പോൾ സെപ്പറേറ്റർ എവിടെ എത്രാമത്തെ മെമ്പർ കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റർ വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ് സെപ്പറേറ്റർ? നിങ്ങൾക്ക് കാണാം ഈ മെനൂസിൻ്റെ ഇടയിലൊക്കെ ഓരോ ലൈൻ ഇങ്ങനെ ഓരോ കള്ളിയായിട്ട് വേർതിരിച്ചിരിക്കും, അതാണ് സെപ്പറേറ്റർ. അപ്പോൾ ആദ്യത്തെ 3 ആളുകൾ കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റർ മതി എന്നാണെങ്കിൽ ഇവിടെ 3 കൊടുക്കുക. നമ്മൾ റൺ ചെയ്ത് നോക്കുന്നു, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അതിന് നടുവിലായിട്ടൊരു ലൈന് അവിടെ പ്രത്യക്ഷപ്പെട്ടു, അതാണ് സെപ്പറേറ്റർ. ഇനി നമ്മളിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മെമ്പർ ഇന്ത്യയാണ് അല്ലേ. നമുക്ക് ഇന്ത്യ മാറ്റണം, നമുക്ക് ഡൽഹിയോ മറ്റോ ആക്കണം. അപ്പോൾ അതിനെന്ത് മെത്തേഡ് ഉണ്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ കറണ്ട് ഇൻഡെക്സ് ആണ് അതിൻ്റെ സെറ്റ് കറണ്ട് ഇൻഡെക്സ്. കറണ്ട് ഇൻഡെക്സ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾ, അതിനെ ഇൻറ്റിജർ ഇൻഡെക്സ് പറഞ്ഞൊരു മെത്തേഡ് അവിടെ സെറ്റ് കറണ്ട് ഇൻഡെക്സ് മെത്തേഡിൽ ഇൻറ്റിജർ നമ്മൾ പാരന്തസിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അപ്പോൾ സെൽഫ് ഡോട്ട് കോംബോ ഡോട്ട് സെറ്റ് കറണ്ട് ഇൻഡെക്സ് നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ആരവിടെ വരെ നോക്കാം. ഓക്കെ, കേരളയാണ് 0, 1, 2 ആ രൂപത്തിലാണ് അപ്പോൾ കറണ്ട് ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത് 0, 1, 2. ഓക്കെ, അപ്പോൾ കേരളയായപ്പോൾ ഡീഫോൾട്ടായിട്ട് അവിടെ വരുന്ന ആൾ. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. സെറ്റ് കറണ്ട് ഇൻഡെക്സ് നമ്മൾ നോക്കി. ഇനി സെറ്റ് ഐക്കൺ സൈസ്, സെറ്റ് ഐറ്റം ഐക്കൺ. അപ്പോൾ നമ്മുടെ ഒരു ഐറ്റത്തിന് ഐക്കൺ ആഡ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഐറ്റത്തിൻ്റെ ഇൻറ്റിജർ ഏത് ഇൻഡെക്സിലുള്ള ഐറ്റത്തിനാണ് കൊടുക്കേണ്ടതെന്ന് നോക്കണം. പിന്നെ ക്യൂ ഐക്കണും നമ്മൾ സ്പെസിഫൈ ചെയ്യണം, 2 എണ്ണം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ സെൽഫ് ഡോട്ട് കോംബോ ഡോട്ട് സെറ്റ് ഐറ്റം ഐക്കൺ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐറ്റത്തിന് ഒരു ഐക്കൺ കൊടുക്കണം. qtgoy ഡോട്ട് ക്യൂ ഐക്കൺ. നമുക്ക് ഐക്കൺസിൽ നിന്നും പ്രിന്റ് എന്ന് പറയുന്ന ലോഡ്. ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, കേരളക്ക് രണ്ടാമത്തെ ഇൻഡെക്സ് നമ്മൾ കൊടുത്ത് രണ്ടാമത്തെ ഇൻഡെക്സിന് പ്രിന്ററിൻ്റെ ഒരു ഐക്കൺ സെറ്റ് ചെയ്തു. സോ അതും നമ്മൾ പഠിച്ചു. ഇനി മെത്തേഡ് നമുക്ക് നോക്കാം. സെറ്റ് ഐറ്റം ഐക്കൺ നമ്മൾ കണ്ടു. സെറ്റ് ഐറ്റം ടെക്സ്റ്റ്. ഐറ്റം ടെക്സ്റ്റിലെ ഇൻറ്റിജർ ഇൻഡെക്സ് ക്യൂ സ്ട്രിംഗ് ടെക്സ്റ്റ്. അപ്പോൾ ഒരു സ്ട്രിങ്ങും അതിൻ്റെ നമ്പറുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. സെറ്റ് ഐറ്റം ടെക്സ്റ്റ്. സെൽഫ് ഡോട്ട് കോംബോ ഡോട്ട് സെറ്റ് ഐറ്റം ടെക്സ്റ്റ്. അത് നമ്മൾ ലാസ്റ്റിൽ ഒന്ന് കൊടുക്കാം. മൈ ടെക്സ്റ്റ് ന്യൂ ടെക്സ്റ്റ് എന്നാക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ ആള് മൈ ടെക്സ്റ്റ് ന്യൂ എന്ന് പറയുന്ന പേര്. ഓക്കെ, 0, 1, 2, 3, 4, 5 ഇവിടെ 5 എത്തിയിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് 6 ആയത്? ഇതിൻ്റെ ഇടയിലുള്ള ഈ സെപ്പറേറ്റർ അടക്കാതെ ആഡ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. 0, 1, 2 സെപ്പറേറ്റർ 3, 4, 5, 6. ഓക്കെ, അത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് അറിയൂ. നമുക്കതിൻ്റെ കൗണ്ട് ഉപയോഗിച്ച് കണ്ട് അറിയാം. അത് നമുക്ക് വരാം. ഓക്കെ, അതിന് നമ്മൾ ഒരു ഫങ്ഷൻ അത് കണക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ക്ലിക്ക്ഡ് എന്ന് പഠിച്ചിരുന്നു, അതുപോലെ തന്നെ ട്രിഗേർഡ് പഠിച്ചിരുന്നു. കോംബോ ബോക്സിന് ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം QT സിഗ്നൽസ്. ഇതാണ് സിഗ്നലാണ്. അത് നമുക്ക് ആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ഉപയോഗിച്ച് നോക്കാം. ആക്ടിവേറ്റഡ് പാരന്തസിസ് ഒഴിവാക്കുക. കണക്ട് സെൽഫ് ഡോട്ട് മൈ ഫങ്ഷൻ. ഓക്കെ, നമുക്ക് മൈ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് നമ്മൾ മൈ ഫങ്ഷനിൽ ക്രിയേറ്റ് കാണേണ്ടത്? ടോട്ടലായിട്ട് എത്ര കൗണ്ട് ഉണ്ട് എന്നുള്ളത്. എങ്ങനെ പ്രിന്റ് ടോട്ടൽ ഐറ്റംസ്. ഒരു നമ്പർ ആയതുകൊണ്ട് %d. നമ്മുടെ പെർസെൻറ്റേജിൽ വരേണ്ടത് സെൽഫ് ഡോട്ട് കോംബോ. ഞാൻ സെൽഫ് ഇവിടെ ഉപയോഗിക്കാൻ കാരണം നമുക്ക് മറ്റ് ഫംഗ്ഷനുകളിൽ നിന്ന് അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ്. കൗണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അത് അറിയുന്നത്. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടോട്ടൽ ഐറ്റംസ് 7 എന്ന് കാണിക്കും. ഓരോ തവണയും കോംബോ ബോക്സ് ആക്ടിവേറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അവിടെ നമ്മുടെ ഫങ്ഷൻ റൺ ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ
കോംബോ ബോക്സിന്റെ ഭാഗത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഏതാണെന്ന് അറിയണം. എങ്ങനെ കിട്ടും? ഒരു പ്രിന്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കത് അറിയാം. കറന്റ് ടെക്സ്റ്റ് പെർസെൻറ്റേജ് യെസ് സെൽഫ് ഡോട്ട് കോംബോ ഡോട്ട് കറന്റ് ടെക്സ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ താഴെ തന്നെ ഒരു മെത്തേഡ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ കറന്റ് ഇൻഡെക്സ് എന്ന് കാണിക്കും. അപ്പോൾ കറന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റാണ്, പെർസെൻറ്റേജ് ഡി കൊടുക്കുക. അപ്പോൾ എന്തോ ഒരു എറർ അവിടെ കാണിക്കുന്നുണ്ട്. യെസ്, നമ്മളിവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ആളെ ഓക്കെ. ഇനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കാണിക്കും, നിലവിലുള്ള ടെക്സ്റ്റ് കാണിക്കും, അതിൻ്റെ ഇൻഡെക്സും അവിടെ പ്രിന്റ് ചെയ്യും. റൺ ചെയ്യുന്നു, ഇന്ത്യ സെലക്ട് ചെയ്യുന്നു, ടോട്ടൽ ഐറ്റംസ് 7, കറണ്ട് ടെക്സ്റ്റ് ഇന്ത്യ, കറണ്ട് ഇൻഡെക്സ് 0. ഇനി 1 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കറണ്ട് ഇൻഡെക്സ് 4 ആണ്. ഞാൻ പറഞ്ഞു സെപ്പറേറ്ററിനെ 0, 1, 2, 3 സെപ്പറേറ്ററും 4, 1 ആയിട്ടാണത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ രൂപത്തിലൊക്കെയാണ് നമ്മൾ കോംബോ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഐറ്റംസ് ആഡ് ചെയ്യുന്നത്, അതിന് ഇൻഡെക്സ് മനസ്സിലാക്കുന്നത്, സെപ്പറേറ്റർ ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോഷോപ്പിലും വേർഡ് പ്രോസസ്സറിലൊക്കെ മറ്റൊരു തരത്തിലുള്ള കോംബോ ബോക്സ് കാണാം. ഫോണ്ടുകൾ സെലക്ട് ചെയ്യാൻ, ഒരുപാട് ഫോണ്ടുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കതിനെ ഉപയോഗിക്കുന്ന ഒരു വിൻഡോ ആണ് കോംബോ ബോക്സ് പോലെ തന്നെ ഫോണ്ട് കോംബോ ബോക്സ്. ഓക്കെ, ഫോണ്ട് കോംബോ ബോക്സ്, ഫോണ്ട് കോംബോ ബോക്സ് ക്ലാസ് റെഫറൻസ്. ഇതിൽ നിങ്ങൾ ഇത്രയും മെത്തേഡുകളുള്ളത്. അപ്പോൾ നമുക്കതിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സിമ്പിൾ, കോംബോ ഫോണ്ട് ഈക്വൽ ടു QTY മൊഡ്യൂളിലെ ഫോണ്ട് കോംബോ അല്ലേ. ഫോണ്ട് കോംബോ ബോക്സ് ട്രാക്കറിൽ നമ്മൾ പാരന്റിനെ ആഡ് ചെയ്തു. നമുക്കതിനെ മറ്റേതിൻ്റെ മുകളിലായിരിക്കും ഇത് ഡീഫോൾട്ടായിട്ട് വരിക. നമുക്കൊന്ന് നീക്കി വെക്കാം 50. അതുപോലെ തന്നെ അതിൻ്റെ സൈസും നമുക്ക് കൂട്ടാം. ഡോട്ട് സെറ്റ് ഫിക്സ്ഡ് സൈസ് 350. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. കാണാം നമ്മുടെ കോംബോ ബോക്സിന് താഴെയായിട്ട് ഫോണ്ടുകളുടെ ഒരു കോംബോ ബോക്സ് പുതിയതായിട്ട് ഫോണ്ട് കോംബോ ബോക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോൺസ് ഒക്കെ അത് ലോഡ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ രൂപത്തിലാണ് നമ്മൾ ഒരു കോംബോ ബോക്സും ഫോണ്ട് കോംബോ ബോക്സും ആഡ് ചെയ്യുന്നത്. നേരത്തെ കണ്ടതിൻ്റെ അതേ മെത്തേഡുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. കറന്റ് ഫോണ്ട് ചേഞ്ചിനാണ് എൻ്റെ QT സിഗ്നൽ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അതിന് താഴെ കാണാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ്. പൈത്തൺ ട്യൂട്ടോറിയലുകൾക്കായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യൂ. വീണ്ടും കാണാം. ഗുഡ് ബൈ.